പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും ഉൾപ്പെടെ പ്രവർത്തിച്ചില്ല. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ ഹോട്ടലുകൾ 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, ക്യാൻറ്റീനുകൾ എന്നിവ അടഞ്ഞുകിടന്നു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസുകളിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. അസോസിയേഷന്റെ ഭാഗമല്ലാത്ത ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തുറന്ന് പ്രവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെയാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടർ വില കുത്തനെ കൂട്ടിയത്. ഇതോടെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രതിസന്ധിയിലായി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് LPG വിതരണത്തിലെ നിയന്ത്രണം മൂലം സംസ്ഥാനത്തെ ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിട്ടിരുന്നു. ഇതിനിടെയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിലക്കയറ്റം. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് 4 മാസത്തിനിടെ 1444 രൂപയുടെ വർധനവുണ്ടായി. നിലവിൽ കൊച്ചിയിൽ സിലിണ്ടറിന് 3085 രൂപയും, തിരുവനന്തപുരത്ത് 3106 രൂപയും, കോഴിക്കോട് 3117 രൂപയുമാണ് വില. മാർച്ച് ആദ്യം ഏകദേശം 115 രൂപയും ഏപ്രിൽ 1-ന് 200 രൂപയും കൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 993 രൂപയുടെ വർധനവുണ്ടായത്. സംസ്ഥാനത്ത് ഭൂരിപക്ഷം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടഞ്ഞുകിടന്നു. കൊല്ലം ജില്ലയിലും ഹോട്ടലുകളുടെ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ചവറയിൽ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.